Hello people, welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രോഷ്യയുടെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ്. ചെയിൻ ആൻഡ് സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ രണ്ട് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡ്രസ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ രണ്ട് ടെക്നിക്സ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കും. ആൻഡ് പിന്നെ ആ ഡ്രസ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ യാൺ എടുക്കും. യാൺ എടുത്തിട്ട് അതിൻ്റെ ലൂസ് എൻഡിനെ ഇങ്ങനെ എടുത്ത് ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു കൈ കൊണ്ട് രണ്ടെൻഡിനെയും ഹോൾഡ് ചെയ്യും, ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യാം. പിന്നെ മറ്റേ കൈ കൊണ്ട് ഹുക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഹുക്ക് ചെയ്തെടുക്കാം. ഹുക്ക് ചെയ്തെടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്തിട്ട് തമ്മിട്ട് ഇതിനെ വലുതാക്കിയിട്ട് ലൂസ് എൻഡിൻ്റെ സ്ട്രിങ്ങിനെ വലിക്കാം. ഇതുപോലെ വലിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. ഈ നോട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ലൂസ് എൻഡ് വലിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മറ്റേ എൻഡ് അനങ്ങാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നോട്ട് കറക്റ്റാണ്. അത് കഴിയുമ്പോൾ ഈ നോട്ടിൽ കൂടെ ക്രോഷ്യയുടെ ഹുക്കിടാം. ഹുക്കിട്ടതിന് ശേഷം ലൂസ് എൻഡിനെ തമ്മും റിംഗ് ഫിംഗറും കൊണ്ട് ഹോൾഡ് ചെയ്യുക. മറ്റേ എൻഡിനെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും കൊണ്ട് ഹോൾഡ് ചെയ്യുക. ഇതുപോലെ. നെക്സ്റ്റ് നമ്മൾ ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നോട്ടിൽ കൂടെ ഹുക്കിടുക. അതിനുശേഷം ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്ത് ത്രെഡിനെ കൊളുത്തിയെടുക്കാം. കൊളുത്തിയെടുത്ത ത്രെഡിനെ നോട്ടിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കാം. ദെൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഹുക്കിനെ ഇട്ട് ത്രെഡിനെ ട്വിസ്റ്റ് ചെയ്ത് നോട്ടിൽ കൂടെ വലിച്ച് പുറത്തെടുക്കാം. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സംഭവം കിട്ടും. ഇതിനെയാണ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എത്ര ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാനിത് വലിയ ഐഡിയ ഉണ്ടായിട്ട് ചെയ്ത് തന്നല്ലോ. ഏകദേശം ഒരു 30 ഒക്കെ ഞാൻ ചെയ്ത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വീറ്റ്. ഞാൻ ആക്ച്വലി പറയാൻ വന്നത് എൻ്റെ പ്ലാനിങ് കുറച്ച് തെറ്റിപ്പോയി. ഞാൻ പ്ലാൻ ചെയ്തത് ഫ്രണ്ട് ഉണ്ടാക്കാം, ബാക്ക് ഉണ്ടാക്കാം, ജോയിൻ ചെയ്യാം, ടോപ്പ് ഉണ്ടാക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതുണ്ടാക്കി പകുതി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ഇത് ഉണ്ടാക്കേണ്ടത്. രാദർ ആ ചെയിൻ ഫുൾ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഫുൾ ജോയിൻ ചെയ്ത് അതിൻ്റെ മുകളിൽ ലെയർ ഉണ്ടാക്കിയാണെങ്കിലാണ് ശരിക്കും ടോപ്പ് നന്നായിട്ടായേനെ. സോ ഈ ചെയിൻ എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക എത്ര ലെയേഴ്സ് വേണമെന്ന്. കുറച്ച് എക്സ്ട്രായും കൂടെ കരുതിക്കും, കാരണം ഉണ്ടാക്കി വരുമ്പോൾ ഇത് കുറച്ച് ചുരുങ്ങും. ഒരു 10 ചെയിൻ വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ടു. ഓക്കെ, സോ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബാക്കി വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ആവശ്യത്തിന് ചെയിൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ലെയേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതിന് ഫസ്റ്റ് ചെയിനിലിടാതെ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇട്ടിട്ട് 2 ലൂപ്പ് ഹുക്കിൽ കിട്ടുന്ന പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ. ഇപ്പോൾ 2 ത്രെഡ് നമുക്ക് ഹുക്കിൽ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്ത് ത്രെഡിനെ ഒരു ലൂപ്പിൽ കൂടെ എടുത്തിടണം. പിന്നെ നമുക്ക് 2 ത്രെഡ് ഹുക്കിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ത്രെഡിനെ ഹുക്കും കൊണ്ട് പിന്നെയും 2 ലൂപ്പിൻ്റെ അകത്തൂടെ കയറ്റണം. ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിനെയാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോസസ്സ് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിനുവേണ്ടി നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് കടത്തി ത്രെഡിനെ ട്വിസ്റ്റ് ചെയ്ത് ആ ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കും. അത് കഴിയുമ്പം 2 ത്രെഡ് ഹുക്കിൽ കിട്ടും. പിന്നെയും ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്ത് ത്രെഡിനെ 2 ലൂപ്പിൻ്റെയും അകത്തൂടെ വലിച്ചെടുക്കണം. ദെൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര ലെയേഴ്സ് വേണോ അത്രയും സിംഗിൾ ക്രോഷ്യ ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഫൈനലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എത്തിക്കഴിയുമ്പോൾ എക്സസ് ത്രെഡിനെ നീഡിൽ വെച്ച് ഹൈഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് തന്നെ ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 പ്രാവശ്യം തുന്നി കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ ഒരു നല്ല നോട്ട് കെട്ടിയിട്ട് എക്സസ് പാർട്ട് കട്ട് ചെയ്ത് കളയും. അത് കഴിയുമ്പോൾ ഇതേ ടെക്നിക്ക് യൂസ് ചെയ്ത് രണ്ടാമത്തെ സൈഡും ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ത്രെഡ് തീർന്നു പോയി കഴിഞ്ഞാൽ മാജിക് നോട്ട് ഉണ്ടാക്കി ത്രെഡ് ആഡ് ചെയ്യാം. അപ്പോൾ മാജിക് നോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡിൻ്റെ എൻഡിനെ ആഡ് ചെയ്യാനുള്ള ത്രെഡിൻ്റെ എൻഡുമായി പാരലൽ വെക്കുക. അങ്ങനെ പാരലൽ വെച്ചതിന് ശേഷം പഴയ ത്രെഡിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ത്രെഡുമായിട്ടൊരു നോട്ട് ഉണ്ടാക്കാം.
ഇതുപോലെ. അതിനുശേഷം പഴയ ത്രെഡിൻ്റെ എൻഡിൽ പുതിയ ത്രെഡുമായിട്ട് ഒരു നോട്ടും കൂടെ ഉണ്ടാക്കാം. 2 നോട്ടും കെട്ടിയതിന് ശേഷം ത്രെഡ്സിനെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കാം. സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കഴിയുമ്പോൾ എക്സസ് പാർട്ടിനെ സിസർ കൊണ്ട് കട്ട് ചെയ്ത് കളയാം. സോ ഇതാണ് മാജിക് നോട്ട്. ഇനി എത്ര വേണമെങ്കിലും ത്രെഡ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ 2 പാർട്ടും കംപ്ലീറ്റ് ആക്കി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് ഞാൻ ഒരു നീഡിൽ കുറച്ച് ത്രെഡ് കോർത്തിട്ട് ഒരു സൈഡിൽ ഈ ത്രെഡ് കെട്ടിവെച്ചു. അത് കഴിഞ്ഞിട്ട് 2 സൈഡിനെയും യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ചിങ് ഞാനൊരു 2 പ്രാവശ്യം ചെയ്തു. സ്റ്റിച്ചിങ് ഞാൻ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അധികം വിടാതെയാണ് ചെയ്തത്. ക്ലോസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അധികം സ്ട്രെച്ച് ചെയ്യുമ്പം പ്രോബ്ലം വരാതിരിക്കാൻ ഇതാണ് ഞാൻ ചെയ്ത സ്റ്റിച്ച്. ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനിയും ലെയേഴ്സ് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ത്രെഡ് എടുത്തിട്ട് കുറച്ച് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ തന്നെ നമ്മൾ ത്രെഡ് ആഡ് ചെയ്യും. അതിന് ഹുക്ക് യൂസ് ചെയ്ത് ത്രെഡിനെ ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. അതിനുശേഷം അവിടെ ഒരു നോട്ട് കെട്ടി സെക്യൂർ ചെയ്യാം. ശേഷം ലെയേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി സിംഗിൾ ക്രോഷ്യ നമ്മൾ പിന്നെയും ചെയ്യും. അതിനായി ഹുക്കിനെ ഫസ്റ്റ് ലൂപ്പിൽ കൂടെ ഇടുക. എന്നിട്ട് ഹുക്ക് ട്വിസ്റ്റ് ചെയ്ത് ത്രെഡിനെ ലൂപ്പിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇട്ടിട്ട് ത്രെഡ് ട്വിസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ലൂപ്പിൽ കൂടെ കടത്തി ദെൻ 2 ലൂപ്പിൽ കൂടെയും ത്രെഡിനെ കടത്തും. ദെൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ടോപ്പിന് എന്തോരം ഇറക്കം വേണോ അത്രയും ലെയേഴ്സ് ആഡ് ചെയ്യുക. സോ അത് അച്ചീവ് ചെയ്യുന്നവരെ സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. കറക്റ്റ് ലെങ്ത് കിട്ടിക്കഴിയുമ്പം നോട്ട് ടൈ ചെയ്ത് പണി അവസാനിപ്പിക്കുക. നെക്സ്റ്റ് നമ്മൾ ബ്യൂട്ടിഫിക്കേഷന് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലവർ ലൂമാണ്. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം ത്രെഡ് എടുക്കുക. എന്നിട്ട് ലൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇടുക. ദെൻ പുറകിൽ നിന്ന് ത്രെഡിനെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ടേയിരിക്കുക. ശേഷം കാണുന്ന ഏതെങ്കിലും സ്പൈക്സിൽ ത്രെഡിനെ ഇങ്ങനെ കോർക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്പൈക്സിൻ്റെ ഓപ്പോസിറ്റിലുള്ള സ്പൈക്സിലും ത്രെഡിനെ കോർക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് 3 ലെയേഴ്സ് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം അടുത്ത ഓപ്പോസിറ്റ് ഉള്ള നെക്സ്റ്റ് സ്പൈക്കിൽ കൂടെ ത്രെഡ് കോർക്കുക. എന്നിട്ട് ആ സ്പൈക്കിൻ്റെ ഓപ്പോസിറ്റുള്ള സ്പൈക്കിൻ്റെ മുകളിൽ പിന്നെയും കോർക്കുക. കൺഫ്യൂസിങ് ആണ് പറയാൻ, പക്ഷെ കണ്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാവും. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഒരു സ്പൈക്കിൽ കോർത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് സ്പൈക്കിൽ കോർത്തു. അങ്ങനെ ലെയേഴ്സ് 3 ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്പൈക്കിൽ ത്രെഡ് കോർക്കും. സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ സ്പൈക്സും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ത്രെഡിനെ കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ ത്രെഡിനെ നീഡലിൽ കോർക്കുക. നീഡലിൽ കോർത്തതിന് ശേഷം നീഡിൽ വെച്ച് ഈ ഫ്ലവറിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ നീഡിൽ നിങ്ങൾ കടത്തി വിട്ടാൽ മറ്റേ സൈഡിൽ കൂടെ അത് നമ്മൾ വലിച്ചെടുക്കണം. അങ്ങനെ നമ്മളെങ്ങനെയാണോ ഫ്ലവർ കോർത്തെടുത്തത് അതേ സെയിം ടെക്നിക്ക് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. എല്ലാ സൈഡിൽ നിന്നും സ്ട്രോങ് ആയിട്ട് സെക്യൂർ ആവണം. അതിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സെൻറ്ററിൽ കൂടെ നീഡിൽ പാസ് ചെയ്യിപ്പിക്കുക. ദെൻ പുറകിലുള്ള ത്രെഡുമായി ഈ ത്രെഡിനെ ടൈറ്റായിട്ട് കെട്ടുക. കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് ഫ്ലവറിനെ സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡിയായി ഗൈസ്. ഇനി ഫ്ലവർ ആഡ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ടോപ്പിന് സ്ലീവ്സ് ആഡ് ചെയ്യാൻ പോവാണ്. സ്ലീവ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് റബ്ബർ ബാൻഡ് വെച്ച്. ആ മാർക്ക് ചെയ്ത ലൂപ്പിൽ നമ്മൾ ഹുക്ക് കടത്തിയിട്ട് ത്രെഡിനെ വലിച്ചെടുക്കും. ഞാൻ ഈ ത്രെഡിനെ ഇവിടെയല്ല കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, കാരണം സ്ലീവ്സ് ഉണ്ടാക്കി കഴിയുമ്പം ചിലപ്പം വലിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ത്രെഡിനെ ഞാൻ കുറച്ചുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടി ലെയേഴ്സിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഹുക്ക് യൂസ് ചെയ്ത് ഓരോ ലെയറിൻ്റെയും അകത്തൂടെ ഇങ്ങനെ അൾട്ടർനേറ്റീവായിട്ട് ത്രെഡിനെ ഞാൻ കടത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു 4-5 ലെയർ കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഈ ത്രെഡിനെ നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ത്രെഡിൻ്റെ അടുത്തുള്ള ലൂപ്പിൽ ഹൂക്ക് കടത്തി ഞാൻ ചെയിൻ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആവശ്യത്തിന് ചെയിൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ ചെയിനിലോട്ട് സിംഗിൾ ക്രോഷ്യയും കൂടെ ആഡ് ചെയ്തു. സിംഗിൾ ക്രോഷ്യ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പം എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്നത്. സോ ഇനി നമ്മൾ
ഈ പോയിന്റിൽ തന്നെ സ്ലീവ്സിനെ സെക്യൂർ ചെയ്യണം. ഇതിനായി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഹുക്കിനെ അൾട്ടർനേറ്റീവായിട്ട് പാസ് ചെയ്ത് ത്രെഡിനെ ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് കെട്ടിവെക്കണം. ദെൻ സ്ലീവ്സിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതിനെ ഇനി സെക്യൂർ ചെയ്യണം. സോ അതിനുവേണ്ടി മാർക്ക് ചെയ്തെടുത്തൂടെ നമ്മൾ ത്രെഡിനെ ഹുക്ക് യൂസ് ചെയ്ത് പാസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് സെക്യൂർ ചെയ്ത് വെക്കും. ദെൻ ഈ ത്രെഡിനെ നമ്മൾ നമ്മുടെ സ്ലീവ്സുമായിട്ട് അറ്റാച്ച് ചെയ്യും. ദെൻ സെയിം പ്രോസസ്സ് യൂസ് ചെയ്ത് മറ്റേ സ്ലീവും കൂടെ ഉണ്ടാക്കിയെടുക്കും. ദെൻ രണ്ട് സ്ലീവ്സിനെയും സിംഗിൾ ചെയിൻ വെച്ച് ജോയിൻ ചെയ്യണം. സിംഗിൾ ചെയിൻ ഉണ്ടാക്കാൻ ഒരു 3 ഫിംഗേഴ്സിൻ്റെ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഹുക്ക് യൂസ് ചെയ്ത് ത്രെഡിനെ സ്ലീവ്സിൻ്റെ അകത്ത് കോർത്തെടുക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് ചെയിൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ മറ്റേ സ്ലീവ്സിൽ ഈ ചെയിൻ സെക്യൂർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആഡ് ചെയ്യലാണ്. ഫ്ലവേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ത്രെഡൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫ്ലവേഴ്സിൻ്റെ പുറകിലുള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്ത് അറ്റാച്ച് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. സോ അതിനായി ചെയിനിൻ്റെ അകത്തൂടെ ഹുക്ക് കടത്തി ഫ്ലവറിൻ്റെ ത്രെഡിനെ വലിച്ചെടുത്ത് ചെയിനിലോട്ട് കെട്ടിവെക്കുന്നു. ദെൻ ഞാനൊരു സാധനം നോട്ട് ചെയ്തു. ഈ ഫ്ലവർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഞാൻ ഡിസൈഡ് ചെയ്തു ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് വേറൊരു ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്യാം. ഈ പ്ലാൻ സൂപ്പറായിരുന്നു. പ്രോബ്ലം സോൾവ് ആയി. അങ്ങനെ ഇതേ ടെക്നിക്ക് യൂസ് ചെയ്ത് എല്ലാ ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്തു. ഇതോടെ ടോപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്രാവശ്യം വലിയ സസ്പെൻസ് ഒന്നുമില്ല. ഡ്രസ്സ് നിങ്ങൾ നേരത്തെ ഷോർട്സിലൊക്കെ കണ്ടു കാണും. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷനാണ്. സോ സ്റ്റേ ട്യൂൺഡ് and till we meet the next time, take care and goodbye. This is Nandita signing off.